വിശുദ്ധ മത്തായി രചിച്ച സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ തിരുവചനങ്ങൾ. പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതിനു പോലെ വചനം ശ്രവിക്കുവാനും യേശു ആവശ്യപ്പെടുകയാണ്. മലയിലെ പ്രസംഗം വായിക്കുന്നവർ വചനം ശ്രവിക്കുകയാണല്ലോ. പ്രാർത്ഥനയിൽ എന്നതുപോലെ വചനം ശ്രവിക്കുന്നതോട് മാത്രം തൃപ്തിപ്പെടരുത്, അത് അപര്യാപ്തമാണ്. മലയിലെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും സഹോദര സ്നേഹവും ശത്രു സ്നേഹവും ഉൾപ്പെടെ പ്രാവർത്തികമാക്കുവാനുള്ളതാണ്. മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്നാണ് ക്രിസ്തു പറയുക. ഇപ്രകാരം ദൈവവചനം ശ്രവിക്കുകയും അതിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നവർ പാറമേൽ ഭവനം പണിത വിവേകിക്ക് തുല്യമാണ്. പ്രിയപ്പെട്ടവരെയും, വചനം കേൾക്കുകയും തദനുസാരം ജീവിക്കുകയും ചെയ്യുന്ന നല്ല ക്രിസ്തു ശിഷ്യരായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവായ യേശുവിന്റെ കൃപയും പിതാവായ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.